വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു റിമാൻഡിലായിരിക്കുന്നു എന്നുള്ളതാണ്. 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. SIT വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ. അതായത് റിജിത്ത്, മുരാരി ബാബു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. 13 വരെയാണ് മുരാരി ബാബുവിൻ്റെ ജുഡീഷ്യൽ കസ്റ്റഡി. ഈ കാലയളവിൽ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ പോകട്ടെ എന്നാണ് SIT സംഘം നിലവിൽ കോടതിയിൽ പറഞ്ഞത്. അധിക കസ്റ്റഡി SIT ആവശ്യപ്പെട്ടില്ല. അതോടുകൂടിയാണ് സ്വാഭാവികമായി നേരത്തെ കോടതി അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. പിന്നാലെയാണ് SIT 4 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടത്. അങ്ങനെ SITയുടെ കസ്റ്റഡി അവസാനിച്ച് 4 ദിവസത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ SIT വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടാത്ത സാഹചര്യത്തിലാണ് മുരാരി സ്വാഭാവികമായും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകുന്നത്. 13 വരെയാണ് അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി. മറ്റു തരത്തിൽ ഇനി എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ കോടതിയിൽ നിന്നിറക്കി തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കിയിരുന്നു. ആ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മുരാരി ബാബുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിഭാഷകൻ ഈ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ മേൽക്കോടതിയെ ജാമ്യത്തിനായി സമീപിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. നിന്ന് മുരാരി ബാബുവിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് എന്നാണ് നമ്മൾ കരുതുന്നത്. തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയും കൂടി പരിഗണിച്ചുകൊണ്ടാണോ കസ്റ്റഡിയിൽ ഇപ്പോൾ വേണ്ട എന്നൊരു നിലപാടിലേക്ക് SIT പോയത്? ജയശങ്കർ, അതായത് റിജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട ആവശ്യത്തിലുള്ള വിവരങ്ങൾ മുരാരി ബാബുവിൽ നിന്ന് SIT സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ കസ്റ്റഡി തൽക്കാലം വേണ്ട എന്നാണ് പോലീസിന്റെ നിലപാട്. ഈ 2 കേസുകളിലും മുരാരിയുടെ അറസ്റ്റ് SIT രേഖപ്പെടുത്തുകയും കമ്പൈനായി അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. 4 ദിവസം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ച് SIT സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇനി തുടർന്ന് ഈ 13-ാം തീയതിക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2ാമത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. ആ ഘട്ടത്തിലായിരിക്കും വീണ്ടും മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു കാര്യത്തിൽ SIT സംഘം ഇനി ഒരു തീരുമാനമെടുക്കും. എന്തായാലും തൽക്കാലം മുരാരിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചു എന്ന് തന്നെയാണ് SIT പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അധിക സമയം കസ്റ്റഡി എന്നൊരു ആവശ്യം SIT നിലവിൽ ഉന്നയിക്കുന്നില്ല. 4 ദിവസം കസ്റ്റഡി ധാരാളം, ഇതിനപ്പുറത്തേക്ക് കസ്റ്റഡി വേണ്ട എന്നൊരു നിലപാട് കോടതിയിൽ ഉന്നയിച്ചു. അതോടുകൂടിയാണ് സ്വാഭാവികമായും മുരാരി ബാബു വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ അദ്ദേഹം അഭിഭാഷകരുമായി ഉൾപ്പെടെ സംസാരിക്കുകയാണ്. അഭിഭാഷകൻ അധികം വൈകാതെ കോടതിയിൽ മേൽക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ ഉൾപ്പെടെയായി പോകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും SIT സംഘം പല വിധത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൽ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുരാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ 2 പ്രതികൾ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. അവരുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബു റിമാൻഡിലായിരിക്കുന്നു. 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആവശ്യം SIT മുന്നോട്ട് വെച്ചില്ല. AV ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.